യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഭരതൻ എന്തായി കാണിക്കുന്നേ? നീ എന്ത് ഭ്രാന്തടാ കാണിക്കുന്നത്? ഭരതന്റെ എന്തായി കാണിക്കുന്നേ? അല്ലാതെ പിന്നെ ഞാനെന്താ വേണ്ടേ? എന്നെ കുറ്റപ്പെടുത്താൻ ഇവിടെ എല്ലാവർക്കും നേരമുള്ളൂ. കണ്ടല്ലോ അല്ലേ, ഇപ്പൊ ഇവൻ ഇവിടെ കാണിച്ചത് മുഴുവനും എന്നെ തല്ലുന്നതിന് സമം. സന്തോഷായി, ഒരുപാട് സന്തോഷമായി. ഈശ്വരൻ നിനക്ക് മാപ്പ് തരട്ടെ. എന്താ ഭർത്തട്ടെ ഇത്? അമ്മയല്ലേ വഴക്ക് പറഞ്ഞേ, അതിനെന്തിനാ ഇങ്ങനെ കാണിച്ചേ? പിന്നെ ഞാനെന്ത് വേണം? ഇനി അതിന്റെ പുറകെ പോയി സമാധാനം നിൽക്കണ്ട, കേട്ടില്ലേ? കീറി പൊളിയത്ത്. മായച്ചി, മായച്ചി, എന്താടാ ഇതുവരെ ചായ പോലും ഇട്ടില്ല ഇവിടെ. എന്താ മായച്ചി ചോദിച്ചത് കേട്ടില്ലേ? നിനക്കെന്താ കണ്ണു കണ്ടൂടെ? ചായയല്ലേ ഇട്ടോണ്ടിരിക്കുന്നേ? മനുഷ്യരുടെ തലവേദനെടുത്ത് പൊട്ടുവാ. കുറച്ചുകൂടി മദ്യം അകത്താക്കിയാ മതി, അപ്പൊ തലവേദന കുറയും. ഇതേ ചേച്ചി, വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. ഞാനതിന് വേറൊന്നും പറഞ്ഞില്ലല്ലോ. നിനക്കിപ്പൊ ചായയേക്കാളും വലുത് മദ്യമല്ലേ? അതെ, മദ്യം തന്നെയാ. ഞാൻ നിങ്ങളുടെ തന്നെ ചെലവിലല്ലോ കുടിച്ചത്. നിനക്കിതെന്താ ഭരത്തെ? രാവിലെ തന്നെ നീ വഴക്കുണ്ടാക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നേ? ഞാനത് ചായ കുടിക്കാൻ വേണ്ടി വന്നതല്ലേ. എന്ന് നീ ഇവിടെ വന്നിട്ടാണോ ചായ കുടിക്കുന്നത്? പിന്നെ ഇന്നെന്താ ഇത്ര പുതുമ? ഇന്നലത്തെ കിക്ക് വിട്ട് കാണില്ല ചേച്ചി. നീ എന്നെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട, ഞാൻ പറഞ്ഞു തന്നെയല്ലേ സത്യം. നീ പോയേ അരുന്ധതിയോട് ചെന്ന് ചായ എടുത്തു തരാൻ പറ. അതെന്താ, മായച്ചിക്ക് ചായ തരാൻ ബുദ്ധിമുട്ടുണ്ടോ? എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല, വെറുതെ ഒരു സംസാരം ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. എന്താ ഭരത്തേട്ടാ, എന്താ ഇവിടെ ഒരു സംസാരം? ഇവൻ ഇവിടെ പതിവില്ലാതെ ഇവിടേക്ക് ചായ കുടിക്കാൻ വേണ്ടി വന്നതാ. പക്ഷെ ചായ ആയാലല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. എന്താ ഭരത്തേട്ട ഇതൊക്കെ? ആന്റിയായിട്ട് കുറെ വഴക്കുണ്ടാക്കിയിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്? ഞാൻ കേട്ടു, മനഃപൂർവ്വം വരാത്തതാ. ഞങ്ങളാരും പറയുന്നവന്റെ തലമണ്ടയിൽ കേറത്തില്ലല്ലോ. ഞാൻ അങ്ങനെ തന്നെ, സഹിക്കാൻ പറ്റുന്നത് സഹിച്ചാ മതി. നീ അങ്ങനെ ഇപ്പൊ സംസാരിച്ച് ജയിക്കാൻ നോക്കണ്ട. ഇന്നലെ നിനക്ക് വേണ്ടി ഭാവനച്ചോട് സംസാരിച്ചവളാ ഞാൻ. അതെന്നെ തല്ലിയിട്ടില്ല ചോദിക്കാൻ പോയത്. അപ്പൊ നീ അത് അറിഞ്ഞു? ഞാൻ പറഞ്ഞു ഭാമേച്ചി. ദേ നോക്ക്, നീ അവനെ ചീത്തയാക്കുന്നത്. ഇതുപോലെ മദ്യപിച്ച് വന്ന ആ നിമിഷം വീട്ടിന് പുറത്താകണം, എന്നാലേ ഇവനൊക്കെ പഠിക്കൂ. നീ കൂടുതൽ ന്യായമൊന്നും പറയണ്ട. നീയും അത്രയ്ക്ക് നല്ലോണമൊന്നും അല്ലല്ലോ. ഭരത്തെ, നീ സൂക്ഷിച്ച് സംസാരിക്കണം. ഭാമേ വേണ്ട, മതിയാക്ക്. നാളെ നീ വീട് മാറി പോകേണ്ടതല്ലേ, വെറുതെ വഴക്കുണ്ടാക്കി ഇവിടുന്ന് പോകാൻ നിൽക്കണ്ട. എന്താ ഭരത്തേട്ടാ, എന്തിനാ ജയിക്കാൻ വേണ്ടി പഴയ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നേ? അത് ആണുങ്ങൾക്ക് ചേർന്നതല്ല. നീ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്, പറഞ്ഞേക്കാം. ഞാൻ കാര്യം പറഞ്ഞതല്ലേ ഭരത്തേട്ടാ. ഇപ്പൊ ആന്റിയോട് എന്തൊക്കെയാ പറഞ്ഞേ? ആന്റി ആകെ വിഷമിച്ചിരിക്കുവോ? ഞാൻ കാര്യം പറഞ്ഞെന്നുള്ളൂ. നിനക്ക് ചായ വേണ്ടേ? വേണ്ട, ഇനി ആ ചായ കുടിച്ചാലേ എനിക്ക് ദഹിക്കില്ല. ഞാൻ എന്ത് ചെയ്യണമായേച്ചി? ഇവിടെ നമുക്കൊന്നും ചെയ്യാൻ നോക്കില്ല അരുന്ധതി. അവൻ സ്വയം തീരുമാനിച്ചാലേ മാറത്തുള്ളൂ. അവൻ എന്തോ കാര്യമായിട്ട് തകരാറുണ്ട് മായേച്ചി. മിനിറ്റ് വെച്ച് അവന്റെ സ്വഭാവം മാറുന്നത്. അത് നല്ല തല്ല് കിട്ടാത്തതിന്റെ ആവും. ഞാൻ അരുന്ധതിയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. തല്ലി വളർത്തേണ്ടവരെ തല്ലി തന്നെ വളർത്തണം. ഇവിടെ ഭരതനെ ഒന്നും ആരും തല്ലിയിട്ടില്ലല്ലോ, അതിന്റെ കേടാ. ശരിയായിരുന്നതി,
സേതോട്ടനും ഭാവനേച്ചിയൊന്നും ഞങ്ങളാരെയും ഒരിക്കൽ പോലും കുഞ്ഞുനാളിൽ തല്ലിയിട്ടില്ല. അതാ മായേച്ചി ഇങ്ങനെ പറഞ്ഞത്. മോളെ, നീ വേണം ഭരതിനെ മാറ്റിയെടുക്കാൻ. ജോലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആവാത്തതും കയ്യിൽ കാശൊന്നും ഇല്ലാത്തതുകൊണ്ടുമാണ് അവന്റെ ഈ ദേഷ്യത്തിന് കാരണം. എനിക്ക് മനസ്സിലാവും ഭാമേച്ചി. എനിക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? എന്തായിട്ടാ രാവിലെ തന്നെ ഒരു സംസാരം? ഞാനിവിടെ ഒരു അധികപ്പറ്റ വാനു. ആർക്കും എന്നോട് സ്നേഹമില്ല. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട ഏട്ടാ. ഇവിടെ അങ്ങനെ ആരും ചേട്ടനെ അങ്ങനെ കണ്ടിട്ടില്ല. അരുന്ധതിയെ ഞാൻ വിളിച്ചുകൊണ്ട് വന്ന നാള് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ. ആർക്കും എന്നൊരു ഇഷ്ടമില്ല. അവൾ എന്നോടൊപ്പം ഇറങ്ങി വരാനുള്ള സാഹചര്യം ഞാൻ എല്ലാവരും പറഞ്ഞതല്ലേ, പിന്നെന്താ? അതൊക്കെ ഏട്ടന് തെറ്റിദ്ധാരണയാ. ആദ്യം എല്ലാവർക്കും ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ പ്രധാന കാര്യം രണ്ടാ. ഒന്ന്, അരുന്ധതി ഈ വീട്ടിലേക്ക് വന്ന ഭാമേച്ചിയുടെ ഭാവി എങ്ങനെയെന്നുള്ള ഒരു ആശങ്കയാ. പിന്നൊന്ന്, ഏട്ടനൊരു ജോലി പോലും ആയിട്ടില്ല. ഇതൊക്കെ ആരും ചിന്തിക്കുന്ന കാര്യങ്ങളായേട്ടാ. ഇവിടെ അതൊന്നും അല്ല ഭാനു പ്രശ്നം. എനിക്കറിയാം. ഞാൻ ഇവിടുന്ന് പോകുന്നു, പിന്നെ ഈ കുടുംബത്തിലേക്ക് തിരിഞ്ഞു നോക്കില്ലെന്നുള്ള തെറ്റിദ്ധാരണ ഇവിടെ പലർക്കും. അത് ഏട്ടന്റെ തെറ്റിദ്ധാരണയാ. ഇവിടെ ആരും അങ്ങനെ പറയുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഏട്ടൻ വെറുതെ ഊഹം വെച്ച് സംശയിക്കണ്ട. അങ്ങനെയുള്ള ചിന്തയൊന്നും ഇവിടെ ആർക്കും ഇല്ല. പിന്നെ അരുന്ധതിയെ വീട്ടിൽ കൊണ്ടിരുത്തിയിട്ട് ഏട്ടൻ ഇങ്ങനെ മദ്യപിച്ചു വന്നാ അതിലെല്ലാവർക്കും വിഷമമുണ്ട്. അതിൽ അരുന്ധതിക്കും നല്ല വിഷമമുണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുക്ക് ഭാനു. തല കേറട്ടെ. നീ കൂടുതലൊന്നും പറയണ്ട. ഇപ്പൊ നീ ഇവരുടെയൊക്കെ ഭാഗത്താണല്ലോ. എനിക്കിവിടെ അങ്ങനെ ഒരു വേർതിരിവൊന്നുമില്ല. ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ നോക്കുന്നത്. നീ ചുമ്മാ. ഏട്ടാ, ഈ പ്രശ്നത്തിന്റെ പേര് നിങ്ങൾ തമ്മിൽ എന്തിനാ വഴക്കുണ്ടാവുന്നത്? എല്ലാ കുടുംബത്തിലും ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ സ്വാഭാവികമല്ലേ? ഇതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം ഭാനു. ഭാവനേച്ചിയും സേതുവേട്ടനും ഭരതേട്ടനെ തല്ലിയത് എന്റെ മുന്നിലിട്ടല്ലേ. അതിന്റെ ദേഷ്യ ഭരതേട്ടനുള്ളത്. എനിക്കറിയാം അരുന്ധതി, അതിന്റെ കുറച്ചില് തന്നെയാ. സാരമില്ല ഏട്ടാ, നമ്മുടെ സഹോദരങ്ങളല്ലേ തല്ലിയത്. വിട്ടേക്ക്. അരുന്ധതി, ചേട്ടനെ വിളിച്ചിട്ട് പോ. ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം. എനിക്ക് ചായ ഒന്നും വേണമെന്ന് ഞാൻ പറഞ്ഞു. അതൊക്കെ ഞാൻ ആലോചിക്കാം. അരുന്ധതി, ചെല്ല. ചേട്ടാ, ചെല്ല. വാ. അവനെന്താ ഇപ്പൊ പറഞ്ഞേ? സംഭവം വേറൊന്നുമല്ല മയച്ചി. അരുന്ധതിയുടെ മുന്നിലിട്ട് ഭാവനേച്ചിയും സേതുവേട്ടനും തല്ലിയത് തന്നെ കാരണം. അതിനിങ്ങനെ കാണിച്ച പരിഹാരം ഉണ്ടാവും. ഇങ്ങനെയാണെ നാളെ അവൻ ആരെങ്കിലും തിരിച്ചടിക്കാനും മടിക്കത്തില്ലല്ലോ. ഒക്കെ സമയദോഷം കൊണ്ടാ മയച്ചി. നമുക്ക് എരുതിയിൽ എണ്ണ ഒഴിക്കാൻ പറ്റില്ലല്ലോ. അവന്റെ കാര്യത്തിൽ സേതുവേട്ടന് നല്ല വിഷമമുണ്ട്. ഞാൻ സേതുവേട്ടനെ വഴക്കും പറഞ്ഞു. പക്ഷെ ഭരതൻ എന്താണെന്നറിയില്ല, എല്ലാവരോടും നല്ല ദേഷ്യമുണ്ട്. എല്ലാം മാറും മയച്ചി. നീ അവന് ചായ എടുത്തു കൊടുക്ക്. ഞാൻ സേതുവേട്ടനെ വിളിച്ചിട്ട് വരാം. ഇവിടെ നടക്കുന്ന വല്ലതും അറിയുന്നുണ്ടോ? സേതോട്ടാ, സേതോട്ടാ, എന്താ വെറുതെ ശല്യപ്പെടുത്താതെ. ഒന്ന് എണീറ്റ സേതോട്ടാ. എന്തിനാ? ഇവിടെ നടക്കുന്ന വല്ലതും സേതോട്ടൻ അറിയുന്നുണ്ടോ? ഇവിടെ നിന്ന് നടന്നു. ആദ്യം ഒന്ന് എണീറ്റിരിക്കും സേതോട്ടാ. എന്താ പറ. ഭരത് രാവിലെ ഭയങ്കര ബഹളമായിരുന്നു. അതെന്തിനാ? ഇന്നലത്തെ കാര്യം അവന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അത് പോകണമെങ്കിൽ ഇനി അങ്ങനെ ആവർത്തിക്കത്തില്ലെന്ന് പോയി ഭാവനയോട് പറയാൻ പറ. അതിന് ഭാവന രാവിലെ പോയല്ലോ. അവൾ ആദ്യമായിട്ടാ വേദനയോടെ ഈ വീടിന്റെ പടി ഇറങ്ങി പോയത്. ഒരു കുടുംബം ആയില്ലെങ്കിലും അവൾക്കൊരു സമാധാനം കിട്ടുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ എവിടെ, ഇതാ അവളുടെ തലവിധി. ഇന്നലെ തന്നെ അവൾ സൂര്യയോടൊപ്പം പോയാൽ മതിയായിരുന്നു. അവനെ സമാധാനപ്പെടുത്താൻ വേണ്ടി നിന്നാ പ്രശ്നമായത്. അല്ല, അമ്മ എന്തു പറഞ്ഞു? എന്തു പറയാൻ? അമ്മയ്ക്ക് ഇവിടെ എന്ത് സന്തോഷം ചെയ്തോട്ട് ഉണ്ടായിട്ടുള്ളത്?
ഒരല്പ സന്തോഷം കിട്ടിയ അതിന്റെ ഇരട്ടിയായിരിക്കും ദുഃഖങ്ങളും വേദനകളും വരുന്നത്. ഇന്നലെ ഭാവനയും സൂര്യയും വന്ന സമയത്തുണ്ടായ സന്തോഷത്തിന് 1 മണിക്കൂറേ ആയുസുണ്ടായിരുന്നുള്ളൂ. ഭരത്താണല്ലോ അവിടെയും പ്രശ്നം ഉണ്ടാക്കിയത്. പാവം സൂര്യ കണ്ട് കൊള്ളാം. സേതുവിനൊന്ന് എണീക്ക്, എന്നിട്ട് അമ്മയെ പോയൊന്ന് സമാധാനിപ്പിക്ക്. നല്ല വിഷമത്തില അമ്മ. ഭരത്തുമായിട്ട് കാര്യമായിട്ട് എന്തോ സംസാരവും നടന്നു. അവൻ എന്ത് ഭാവിച്ചത് എനിക്ക് മനസ്സിലാകാത്തത്. എന്തു തന്നെയാണല്ലോ അത് തീർക്കേണ്ടത് അമ്മയുടെ സഹോദരങ്ങളുടെ നെഞ്ചത്താണ്. പോട്ടെ സേതോട്ടാ, പരസ്പരം സംസാരിക്കാൻ പോയാലൊന്നും ഈ പ്രശ്നം തീരത്തില്ല. അതുകൊണ്ട് ക്ഷമയോടെ നേരിടുന്നതാണ് നല്ലത്. ആ നീ ചെല്ലേ, ഞാൻ ഒന്ന് ഫ്രഷായിട്ട് വരാം. എന്താ എടാ മോനെ, ഇന്നിവിടെ കാശടയ്ക്കണം. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആഭരണങ്ങളെല്ലാം ഞാൻ പണയം വെച്ചു, പക്ഷെ തികയില്ല. നീ കുറച്ച് കാശ് മറിച്ചു തരണം. എന്റെ കയ്യിൽ എവിടെ നിന്നാ കാശ്? അച്ഛൻ തരുന്ന കാശിന്റെ കണക്ക് അച്ഛൻ അറിയില്ലേ? എടാ നീ വിചാരിച്ച കുറച്ച് കാശ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? ഇല്ല അച്ഛൻ, അച്ഛന്റെ വാക്ക് കേട്ട് ഞാനും കുറച്ച് കാശ് മറിച്ച് തന്നില്ലേ? ഇപ്പൊ ആ കാശിന് ഞാൻ സമാധാനം പറഞ്ഞോണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് ആ കാശ് തിരിച്ചടയ്ക്കാൻ നോക്ക്. അതിന് എൻ്റെ കാശും പോയില്ലേ? അച്ഛൻ തന്നെ അതിന് കുറ്റക്കാരൻ. ശരീരം അനങ്ങാതെ കാശുണ്ടാക്കാൻ പോയാൽ ഇങ്ങനെ ഇരിക്കും. എന്റെ കയ്യിൽ കാശുമില്ല, ഞാൻ വിചാരിച്ച കാശ് മറിയാനും പോകുന്നില്ല. പ്രതീക്ഷ പ്രതീക്ഷേട്ടാ, ആ ചിട്ടി പിടിച്ച കാശിരിക്കുമല്ലേ, അതെടുത്ത് ഹോസ്പിറ്റലിൽ അടച്ചൂടെ? ദേ, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. ഈ കാശിന്റെ കാര്യം എങ്ങനെ അച്ഛനോട് പറഞ്ഞോണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാം, എനിക്കും ചിലവുള്ളതാ.